നിതിരാജിന്റെ മരണത്തിൽ ആലപ്പുഴയിലും ഇന്ന് വലിയ പ്രതിഷേധമുണ്ടായി. മാവേലിക്കര ചാരുമൂട്ടിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടു. മിൽമ ചെയർമാന്റെ ഔദ്യോഗിക വാഹനവും റോഡിൽ തടഞ്ഞിട്ടു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അല്പം മുൻപുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അവിടെ ഒരു പലയിടത്തും സംഘർഷ സാഹചര്യമുണ്ടോ എന്ന് സംശയിക്കുന്നു. രഘു അതിന്റെ വിവരങ്ങൾ പറയും. രഘു, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി ജില്ലയിൽ? ഞങ്ങൾ നിങ്ങളൊക്കെ കാണിക്കുന്നത് എമ്മാടത്തിന് ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. സാറെന്തിനാ അങ്ങനെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സമരം നീക്കുന്നത് നിങ്ങളുടെ പ്രസ്താവനകളുണ്ടല്ലോ. മുതലാളിക്ക് സമരക്കാരെ പോലീസ് അന്വയിപ്പിച്ച് വാഹനത്തിൽ കയറ്റുകയാണ്. അതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. രഘു, കേൾക്കാമെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരു പ്രശ്നമുണ്ടായി മാറിയത്? ദിവിശ, ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും കട അടയ്ക്കുകയും ചെയ്യുന്നു. പെട്രോൾ പമ്പ് അടക്കം, അതായത് ഭൂരിഭാഗം കടകളും തുറന്നിട്ടില്ല. ചില നാമമാത്രമായ കടകൾ മാത്രമേ തുറന്നു പ്രവർത്തിക്കുന്നുള്ളൂ. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനമാണ്. ചില കടകളിൽ അകത്ത് കയറി ഈ ഹർത്താൽ അനുകൂലികൾ ഭീഷണിപ്പെടുത്തുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെത്തി ഈ സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3-4 ആളുകളെ ഉള്ളൂ. നമുക്കറിയാവുന്നതുപോലെ ഈ സാധാരണ നിലയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലയിടങ്ങളിൽ അറസ്റ്റ് ചെയ്ത് നീക്കാറുമുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ആലപ്പുഴ നഗരത്തിൽ നിർബന്ധിപ്പിച്ച് കടയടയ്ക്കാൻ ശ്രമിച്ച 3 സമരാനുകൂലികളെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ട് പോകുന്നത്. കാരണം രാവിലെ തന്നെ ഇത്തരത്തിൽ കടകൾ അടപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സമരത്തിന്റെ കാര്യം അവരോട് പറയാം, അവർക്ക് അടയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കട ഉൾപ്പെടെ അടയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അടച്ചോട്ടെ, നിർബന്ധിച്ചാരെയും കട അടപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായി ചിലയിടങ്ങളിലെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ ഈ സംഘടിതമായ സമരാനുകൂലികൾപ്പെട്ട ആളുകളൊന്നും ആയിരിക്കില്ല. ചില ആളുകൾ സ്വഭാവമായിട്ട് തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, അവരായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിൽ ഇടപെട്ടത് എന്താണെന്ന് അറിയില്ല കൃത്യമായി. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളൊരു പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ നഗരത്തിൽ നിന്ന് സമരാനുകൂലികളായ, ഹർത്താൽ അനുകൂലികളായ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. സാധാരണ നിലയിൽ ഉള്ള വാഹനങ്ങൾ വലിയ തിരക്കില്ലെങ്കിലും ടൂറിസം മേഖലയാണ്. ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. സർവീസുകളുടെ എണ്ണം കുറവാണ്. ചെങ്ങന്നൂർ അടക്കം ചിലയിടങ്ങളിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഹർത്താൽ അനുകൂലികൾ തടഞ്ഞിരുന്നു. ചാരുമൂട്ടിൽ വാഹനങ്ങൾ തടഞ്ഞു. അങ്ങനെ ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ കടകൾ അടപ്പിക്കുന്നുണ്ട്, വാഹനങ്ങൾ തടയുന്നുണ്ട്.